ഈ ഒരു വേഷം കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ അണ്ടലൂർ കാവിലെ മെയ്യാല്. പിന്നെ മെയിനായിട്ടുള്ള ഫുഡ് അവില്, പൊരി, പഴം ഇത് കുഴക്കൽ തന്നെയാണ് നമ്മളെ പരിപാടി. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്കും ഇതാണ്ട് മെയ്യാല് കൂടി കുറച്ച് ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. നല്ലപോലെ പെരങ്ങിയിട്ടുണ്ട്. നേരെ ഞങ്ങൾ കാവ് പോകാൻ വേണ്ടി റെഡിയായി. പോകുന്ന വഴിക്ക് മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കാവിലെത്തിയ ഫ്രീ ആയിട്ട് ചുക്ക് കാപ്പിയുടെ എന്തായാലും കുടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നേരെ ദേവത്താറും അംഗക്കാരും പപ്പൂരിനൊക്കെ വരുന്നതൊക്കെ കണ്ട് പന്തം കത്തിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി താഴെ പോയി. അവിടെ നിന്ന് കണ്ണൻ്റെ വക കുറച്ച് ഷോ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിപ്പോയി. അപ്പോഴേക്ക് പന്തെല്ലാം കത്തിച്ച് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചത് നല്ല രസമുണ്ടായിരുന്നു. കാരണം എത്രയോ പന്തങ്ങൾ ഉണ്ടെന്നാണ് അറിവ്. പിന്നെ നേരെ തിരിച്ചു നേരം ബൺമസ് കേക്ക് കഴിച്ച് കുഴപ്പമില്ല, കൊള്ളായിരുന്നു. പിന്നെ നേരെ ആട്ടം കാണാൻ പോയി. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും അടുത്തിരുന്ന് ആട്ടം കാണുന്നത്. ഇനി ആട്ടം എന്താണെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. ദേവത്താറും ബപ്പൂരിനും അംഗക്കാരനും കൂടെ വന്ന് സീതയെ അന്വേഷിക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പറഞ്ഞുതരാം. പിന്നെ ഈ വെളുപ്പാൻ നേരം 4:18 ഇത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗംഭീര സംഭവത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പാലയാട് ദേശക്കാരുടെ വകയുള്ള പൂവടി കാണാത്തവരാരും ഉണ്ടാവില്ല. പൂവടിയും കണ്ട് ഞങ്ങൾ നടപടിച്ച പാച്ചിലും കണ്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ 2-3 ദിവസം കൂടിയുള്ള ഉത്സവം വരാനുള്ളവരൊക്കെ വന്നു.